സർ, മിസോറാമിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സീറ്റുകളെല്ലാം തൂത്തുവാരി. മിസോറാമിൽ എന്താ നടക്കുന്നത്? എല്ലാം എന്ന് പറയാൻ പറ്റില്ല. അവിടെ പൊതുവെ മിസോറാമിൽ BJP അങ്ങനെ കാര്യമായിട്ടില്ല. അങ്ങനെ ഇല്ലാത്ത സ്ഥലത്താണ് ഈ നേരത്തെ ത്രിപുരയിലൊരു മുന്നേറ്റം ഉണ്ടായതുപോലെ ഈ വന്നിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2023 BJPക്ക് 2 സീറ്റ് മാത്രമാണ് കിട്ടിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ഒരു സംസ്ഥാനത്താണ് വലിയൊരു മാറ്റം ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ ചക്മ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റ് കൗൺസിൽ CADC എന്ന് പറയും, ചക്മ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റ് കൗൺസിൽ. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ ദിവസം. 88 ഗ്രാമപരിഷത്തിൽ 64 എണ്ണം BJPക്ക് കിട്ടി. അവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള സോറോം പീപ്പിൾസ് പാർട്ടി അവർക്ക് 12, MNF മുമ്പ് ഇവിടെ ഭരണകക്ഷിയായിരുന്നു മിസോ നാഷണൽ ഫ്രണ്ട്, അവർക്ക് 8 മറ്റേ ഗ്രാമപരിഷത്തുകളാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷം, ശരിക്കും തൂത്തുവാരി എന്ന് പറയാവുന്ന വിധത്തിലാണ് വന്നിരിക്കുന്നത്. 88-ൽ 64 എണ്ണം എന്ന് പറഞ്ഞാൽ ഗ്രാസ് റൂട്ടിൽ വളർന്നിരിക്കുന്നതാണല്ലോ. ഇത് പ്രാദേശിക തലത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ തന്നെ വളർന്നിരിക്കുന്നു. മാത്രമല്ല ഈ നോർത്ത് ഈസ്റ്റിൽ എപ്പോഴും വോട്ട് ശതമാനം കാര്യമായിട്ടുണ്ടാവും. 86.97% ജനം വോട്ട് ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കനുസരിച്ചിട്ട് 9 എണ്ണം എതിരില്ലാതെ, അതായത് 12 ഗ്രാമപരിഷത്തുകളിൽ എതിരില്ലാതെ ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 9 എണ്ണം BJPക്കാണ് ഇല്ലാതെ കിട്ടിയത്. എതിരില്ലാതെ തന്നെ 9 എണ്ണം കിട്ടി 12-ൽ. 3 എണ്ണം മറ്റേ സോറം പീപ്പിൾസ് പാർട്ടിക്ക് അവർക്ക് കിട്ടി. ഈ മിസോ നാഷണൽ ഫ്രണ്ട് മറ്റേ 2020 BJPക്ക് 16 മാത്രമാണ് കിട്ടിയിരുന്നത്. മിസോ നാഷണൽ ഫ്രണ്ട് 46. അങ്ങനെ മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ ഭരണമായിരുന്നു ആ കാലത്ത് 2020-ലൊക്കെ. അന്ന് MNFന് 64 കിട്ടിയിരുന്നു. മിസോ നാഷണൽ ഫ്രണ്ടിന് 64 കിട്ടിയിരുന്നു. 64 സീറ്റ് കിട്ടിയിരുന്നു. ഇത് ഇത്രയും ഈ 88 ഗ്രാമപരിഷത്തിലും കൂടിയിട്ട് 516 സീറ്റാണുള്ളത്. അതിൽ BJPക്ക് 366 എണ്ണം കിട്ടി. കോൺഗ്രസിന് 2 എണ്ണം മാത്രം. സോറം പീപ്പിൾസ് പാർട്ടിക്ക് 81. ആകെ സീറ്റുകളിൽ, കൗൺസിലുകളുടെ കാര്യമല്ല പറഞ്ഞ എണ്ണം. കോൺഗ്രസിന് ഒരു കൗൺസിലും കിട്ടിയിട്ടില്ല. മിസോറാമിൽ നേരത്തെ പറഞ്ഞ പോലെ BJP കാര്യമായിട്ടില്ലാത്തൊരു സ്ഥലം. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് മാത്രം നിയമസഭയിൽ കിട്ടി. 40 അംഗ നിയമസഭയാണത്. ലോക്സഭ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നില്ലേ, അപ്പോൾ BJPക്ക് 6.82% മാത്രമാണ് വോട്ട് കിട്ടിയിരിക്കുന്നത്. 7% വോട്ട് മാത്രമുള്ളൊരു സ്ഥലം. അതാണല്ലോ നിയമസഭയിലും. നിയമസഭയും ലോക്സഭയൊക്കെ ഏതാണ്ട് ഒരുപോലെ ആണ് വോട്ട് ശതമാനം. 2028 നിയമസഭാ തിരഞ്ഞെടുപ്പ് അവിടെ നടക്കാൻ പോകുന്നുണ്ട്, ഇനിയും 2 കൊല്ലം കഴിഞ്ഞിട്ട്. ആ സമയത്ത് ചിലപ്പോൾ ഒരു BJP ഒരു കലക്കും എന്നുള്ള മട്ടാണിപ്പോൾ. ത്രിപുര പോലെ 2013 ത്രിപുരയും നോർത്ത് ഈസ്റ്റ് ആണല്ലോ. ത്രിപുരയിൽ കടംതല കുർത്തി എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമാണ് 2013 തിരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് കിട്ടിയത് BJPക്ക്. ഒരൊറ്റ സ്ഥലം, കടംതല കുർത്തി എന്ന് പറയുന്ന സ്ഥലം. അതൊരു മുസ്ലിം സ്വാധീന മേഖലയായിരുന്നു അത്. അപ്പം അവിടെയാണ് BJPക്ക് അന്ന്, കാരണം കൺസോളിഡേഷൻ ഉണ്ടായിരിക്കും, ഹിന്ദുക്കൾ മുഴുവൻ BJPക്ക് അവിടെ വോട്ട് ചെയ്തുകൊണ്ടായിരിക്കും കെട്ടിവെച്ച കാശ് കിട്ടിയത്. ജയിച്ചൊന്നുമില്ല. ഈ ബാക്കി എല്ലായിടത്തും കെട്ടിവെച്ച കാശും കൂടി പോയി. 55 സീറ്റ് മത്സരിച്ചിട്ട് 2018 51 സീറ്റിൽ മത്സരിച്ചു. 44 സീറ്റിലും മറ്റേ 44 സീറ്റ് കിട്ടി. സഖ്യകക്ഷി IPFT 9 സീറ്റിൽ മത്സരിച്ചതിൽ 8 എണ്ണവും കിട്ടി. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്നാണ് ഇത്രയും വലിയ കുതിച്ചുചാട്ടം ത്രിപുരയിലുണ്ടായത്. അങ്ങനെ ഒരു സംഭവമാണ്
മിസോറാമിൽ നടക്കുന്നതെന്ന് നമുക്ക് ത്രിപുരയിലെ അനുഭവം വെച്ച് പറയാൻ കഴിയും. അപ്പോൾ 2023 BJP സർക്കാർ അവിടെ വന്നു. പിന്നെ അതിർത്തി സംസ്ഥാനങ്ങളാണല്ലോ ഇതൊക്കെ. സിക്കിം ഉൾപ്പെടെ നോർത്ത് ഈസ്റ്റ് മോദി സാധാരണ പറയുന്ന അഷ്ടലക്ഷ്മി എന്നാണ് പറയുന്നത്. സപ്ത സഹോദരിമാർ എന്നാണ് നേരത്തെ. സിക്കിം ഇല്ലെങ്കിൽ 7ആണല്ലോ, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം സിക്കിമും കൂടി ചേർത്തിട്ട് അഷ്ടലക്ഷ്മി എന്ന് പറയാറുണ്ട്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിന് മുമ്പ് അതും കൂടി കൂട്ടിയാൽ ഇന്ത്യയെ 7 സംസ്ഥാനത്ത് സർക്കാർ വന്നിരുന്നു. 8 സംസ്ഥാനങ്ങളിൽ മിസോറാമാണ് BJP സർക്കാർ ഇല്ലാതിരുന്ന ഏക സ്ഥലം. ബാക്കി എല്ലായിടത്തും BJP സർക്കാർ വന്നു. അപ്പോൾ മിസോറാമിൻ്റെ വേറൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ 87% ക്രിസ്ത്യൻ ജനസംഖ്യ ഉള്ള സ്ഥലമാണത്. ജനസംഖ്യയിൽ 87% ക്രൈസ്തവരാണ്. 2% ഹിന്ദു, 2% മുസ്ലിം, 8.5% ബുദ്ധിസ്റ്റുകൾ. അങ്ങനെ അപ്പോൾ ബുദ്ധിസ്റ്റുകളും ഹിന്ദുക്കളും ചേർന്നാൽ തന്നെ 10% വരുള്ളൂ. അവിടെയാണ് ഈ വലിയ മുന്നേറ്റം വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗം BJPയുടെ കൂടെ ചേരുന്നു എന്നുള്ളതാണ് പൊതുവെ. അപ്പോൾ വലിയ മാറ്റമാണ് മിസോറാമിൽ സംഭവിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റിൽ മാറി നിന്നിരുന്ന ഒരു സ്ഥലം, ബാക്കി എല്ലാ സ്ഥലവും BJPക്ക് അനുകൂലമായി വന്നല്ലോ. അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മിസോറാമിൽ ഇങ്ങനെയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വ്യത്യാസം. ഇപ്പോൾ അസം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് ഭരിച്ചിരുന്ന, പണ്ട് തൊട്ടേ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലീഗ് ഭരിച്ചിരുന്നൊരു കാലമുണ്ട്. 1900 നമ്മുടെ ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ നിയമസഭകളൊക്കെ വരുന്ന 1938 കാലം മുതലൊക്കെ അവിടെ മുസ്ലിം ലീഗ് ഭരിച്ചിരുന്ന സ്ഥലമാണ് ഈ അസം എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെയാണ് അവിടെ ഈ വെള്ളിയാഴ്ച ഒഴിവ് എന്ന് പറഞ്ഞൊരു സംഗതി, വെള്ളിയാഴ്ച 2 മണിക്കൂർ ഉച്ചയ്ക്ക് ഒഴിവ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അവിടെ ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ ദിവസമാണ് മറ്റേ BJP അവസാനിപ്പിച്ചത് അസമിൽ. കാരണം മറ്റേ മുസ്ലിം MLA-മാരൊക്കെ അവർ പോവും, അവർ തിരിച്ചു വരുന്നത് വരെ നിയമസഭ നടക്കില്ല. ഹിന്ദു MLA-മാരാണ് ഭൂരിപക്ഷം. എങ്കിലും അവർ തിരിച്ചു വന്നിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നെ നിയമസഭ നടക്കുള്ളൂ. അപ്പോൾ ഒരു ബ്രേക്ക് അവിടെ ഉണ്ടായിരുന്നു അസമിൽ. അത് ഈയിടെയാണ് മാറ്റിയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ തീരുമാനമായിരുന്നു, പക്ഷെ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് അതിൽ മാറ്റം ഉണ്ടായത്. കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പം അത് അവധി വേണം. വെള്ളിയാഴ്ച അങ്ങനെയല്ല, വെള്ളിയാഴ്ച സ്വകാര്യ ബില്ലുകളുടെ ദിവസമാണ്. എന്ന് പറഞ്ഞാലും മുസ്ലിം MLA-മാർക്ക് അവരുടെ സൗകര്യം പോലെ ചെയ്യാവുന്ന വിധത്തിൽ നേരത്തെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഈ ഇൻഡിവിജ്വൽ MLA-മാർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുക, അത് ലോക്സഭയിലുമൊക്കെ ഉണ്ട്. അത് പ്രത്യേകിച്ച് നിയമനിർമ്മാണത്തിനൊന്നും വരുന്ന ബില്ലുകളല്ല, ഓരോരുത്തരുടെ തോന്നലനുസരിച്ചിട്ട് ചെയ്യുന്ന സംഗതിയാണ്. അപ്പം നമ്മൾ നേരത്തെ തന്നെ അനുകൂലമാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് അവിടെ ആ മാറ്റമൊക്കെ ഉണ്ടായത്. മറ്റ് സംസ്ഥാനങ്ങളിലെ 7 സ്ഥലത്തും BJP വന്ന സ്ഥിതിക്ക് കോൺഗ്രസിൽ നിന്നായാലും ലീഗിൽ നിന്നായാലും ഒക്കെ അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞല്ലോ. മറ്റേ മുസ്ലിം ജനസാമാന്യം അല്ലേ, മുസ്ലിംകൾ മാത്രം അങ്ങനെ BJPയുടെ കൂടെ കാര്യമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അടുത്തിടെ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അസമിൽ, അതായത് MLA ആയിരുന്ന ആളെ MP ആയിട്ട് ദിബ്രു എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ MP ആയി പോയി. അയാളുടെ മകൻ അവിടെ മറ്റേ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ മകൻ തോറ്റുപോയി. എന്ന് പറഞ്ഞാൽ അവിടെ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. ഹിന്ദു കൺസോൾട്ടേഷനും ബാക്കി എല്ലാവരും കൂടി. അതിർത്തി മണ്ഡലമാണ്, CAA ഒക്കെ വലിയ പ്രശ്നമുണ്ടായ സ്ഥലമാണ്. 94% വോട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലൊക്കെ പണിയെടുക്കാൻ വരുന്ന ആളുകളൊക്കെ തിരിച്ചു പോകുന്ന സ്ഥലമൊക്കെയാണ് ഈ ദിബ്രു എന്ന് പറഞ്ഞ മണ്ഡലം ലോക്സഭ. 94%. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം വരുന്ന മണ്ഡലമാണത് അസമിലെ ലോക്സഭ.
അപ്പോൾ അവിടെ ആ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള ഒരു ഉപതിരഞ്ഞെടുപ്പ് നടന്നു നിയമസഭ. MLA ലോക്സഭയിലേക്ക് ജയിച്ചപ്പോൾ സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ കുത്തകയാക്കി വെച്ചിരുന്ന സ്ഥലമാണ്. അവിടെ BJP ഇത്തവണ ജയിച്ചു, മാറ്റമുണ്ടായി. അപ്പോൾ അത്തരം മാറ്റങ്ങൾ രാജ്യത്തൊട്ടാകെ ദൃശ്യമാണ്. അപ്പോൾ ഇതിൽ വലിയ വ്യത്യാസം വന്നത് ക്രിസ്ത്യൻ വോട്ടിലാണ്. ജനവിഭാഗം പൊതുവെ രാജ്യം ഒട്ടാകെ അവർക്കിടയിൽ ഒരു മാറ്റമുണ്ട് എന്നുള്ളത്. കാരണം ക്രിസ്ത്യൻ വിഭാഗങ്ങളും പല സ്ഥലത്തും മുസ്ലിം പ്രീണനമൊക്കെ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ കർണാടകത്തിലൊക്കെ ഉള്ള പോലെ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിലും മുസ്ലിം വോട്ട് കിട്ടി എന്ന് പറഞ്ഞത് കൊണ്ട് ഒരുപാട് സൗജന്യങ്ങൾ. ഇപ്പം 4% കരാറുകളിൽ സംവരണം. സത്യത്തിൽ മുസ്ലിം മതസംവരണം ഭരണഘടനയിലില്ല, മതസംവരണമില്ല. ഹിന്ദുക്കൾക്കിടയിലെ പട്ടികജാതി പട്ടിക വർഗത്തിനാണ് അത്. പക്ഷെ പല സ്ഥലങ്ങളിലും OBC SC ST സംവരണമൊക്കെ വെട്ടിക്കുറച്ച് ആന്ധ്രയിലുമൊക്കെ അങ്ങനത്തെ ശ്രമങ്ങളൊക്കെ പലതവണ നടന്നതാണ്, ഹൈക്കോടതിയും സുപ്രീം കോടതിയും. കാരണം 1992 ഇന്ദിരാ സാഹ്നി കേസിൽ 50% മാത്രമേ ആകാവൂ എന്ന് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പരിധിയുണ്ട് സംവരണത്തിന്. അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മിസോറാം, ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഈ വാർത്ത വന്നിട്ടില്ല. 2 ദിവസമായി ഇത് നടന്നിട്ട്, എന്നിട്ടും വന്നിട്ടില്ല. ക്രിസ്ത്യാനികൾ മാറി ചിന്തിക്കുന്നു മിസോറാമിൽ. അതാണ് ഇതിൻ്റെ അർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.